വേണ്ട ശാരദമ്മേ, ചായ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ അമ്മ അവിടെ ചോറ് വിളമ്പി കാത്തിരിക്കുകയോ. ഇനിയിപ്പോ ചെന്ന് കഴിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ബഹളം തുടങ്ങും. ഒന്നും എടുക്കണ്ടമ്മേ. ഇതിപ്പോ പേരിനൊരു വഴിപാട് കഴിക്കാനെന്ന പേരിൽ ഇങ്ങോട്ട് കയറിയതാ. കാത്തിരിക്കാനും പരിഭവം പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പോകുന്നു. അത് തന്നെയാ നല്ലത്. അതേ, ഈ പരിഭവം കാണാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ആണാ? പിന്നല്ലേ, വന്ന ഉടനെ അമ്മ കാത്തിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒന്നിച്ചൊന്ന് പുറത്തു പോവാൻ, ഒന്നിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മോഹങ്ങൾ. അമ്മയുടെ സന്തോഷവും ആഗ്രഹങ്ങളും ശ്രദ്ധയോടെ നടപ്പാക്കുന്നതിനിടയിൽ ഒരല്പം പരിഗണന എനിക്കിവിടെ തരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കിട്ടുന്ന സമയങ്ങളിലെങ്കിലും. ഭാര്യയായി പോയില്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ മക്കള് പഠിക്കുക? ആ, രണ്ടുപേർക്ക് നാളെ എന്തോ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നാ തോന്നുന്നു. സത്യായിരുന്നു പഠിക്കുന്നുണ്ട്. പപ്പിയെ പഠിപ്പിക്കാനുള്ള ശ്രമം അടിയിൽ കലാശിച്ച. അതെ, ഇതേ കുറച്ച് നാടൻ മാമ്പഴാ, പിള്ളേർക്ക് ഇഷ്ടാവും. കണ്ടില്ലേ, അപ്പോഴും മക്കള് അമ്മയെ ഒഴിവാക്കി. അയ്യോ എന്റെ പൊന്നെ, ഇത് അമ്മയ്ക്ക് കൂടി കൊണ്ടുവന്നതാ. ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നുള്ളൂ. ഇനി എന്തിനു നിക്കുന്ന? ചായ കുടിക്കുന്നില്ല, ചോറും കഴിക്കുന്നില്ല. അമ്മ അവിടെ അതെല്ലാം കരുതി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് വിഷമിക്കണ്ട. പൊക്കോ, പോകാൻ. പോട്ടെ. വിഷ്ണു ഏട്ടാ, വഴക്കായിട്ട് പറഞ്ഞതല്ല. വിഷ്ണുട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓഹോ, സത്യാമ്മയുടെ സ്വഭാവവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. വിഷ്ണുട്ടൻ പൊക്കും. പോട്ടെ. ആ, എന്നാ ശരി, ഞാൻ പോവാം. എന്താ പോന്നില്ലേ? നമുക്കേ ഒരു നൈറ്റ് ഡ്രൈവിങ്ങിന് പോയാലോ? നൈറ്റ് ഡ്രൈവിങ്ങിനോ? രാത്രിയിലൊരു ചുറ്റല്, പാർക്ക്, ബീച്ച്, പിന്നെ താൻ പറഞ്ഞ പോലെ ഒന്നിച്ചിരുന്നൊരല്പം ഭക്ഷണം കഴിക്കാം. അങ്ങനെ ചെറിയ ചെറിയ മോഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. എന്നിട്ട് കഴിയുന്നത് നമുക്ക് നേരത്തെ തിരിച്ചെത്താം. പോവാം, വാ, ഇവിടെ പോവാം, വാ. അല്ല, അമ്മ അതൊക്കെ നമുക്ക് പിന്നീട് വിളിച്ചാൽ. ഇങ്ങോട്ട് പോവാം. വിഷ്ണുട്ടാ,